ഇന്ത്യ ഒരു ഫെഡറൽ വ്യവസ്ഥിതി നിലവിലുള്ള രാജ്യമാണ്. അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ അധികാര വിഭജനവും എല്ലാമുള്ള ഒരു രാഷ്ട്രീയ ഘടനാ സംവിധാനം. ഇവിടെ സ്വാഭാവികമായും ഫിസ്ക്കൽ ഫെഡറലിസം എന്നൊരു കാര്യം വരും. കാരണം രാജ്യത്തിൻ്റെ വരവ് അത് വീതിച്ചു പോകും. അതുമാത്രമല്ല, സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കടമെടുക്കാനുള്ള അവകാശവുമുണ്ട്. അത് മൂന്ന് രീതിയിൽ സംസ്ഥാനത്തിൻ്റെ വരുമാനങ്ങൾ കണ്ടെത്താം. ഒന്ന്, തനത് വരുമാനം. രണ്ട്, കടമെടുപ്പിലൂടെയുള്ള വരുമാനം. പിന്നീട് കേന്ദ്ര വിഹിതം. ഇവിടെ രണ്ടാമതേയും മൂന്നാമതേയും പറഞ്ഞ കടമെടുപ്പിലൂടെയുള്ള വരുമാനവും അല്ലെങ്കിൽ ധനാഗമ മാർഗവും അതുപോലെ കേന്ദ്ര വിഹിതമായി ലഭിക്കുന്നതിലും കടുത്ത അസംതൃപ്തി കുറെ കാലമായി കേരളം പ്രകടിപ്പിക്കുന്നു. അത് കേരളത്തിൻ്റെ തനത് കെടുകാര്യസ്ഥത മൂലം ആണ് സംഭവിക്കുന്നത്. ഫിസ്ക്കൽ മാനേജ്മെൻറ്റിലെ ഒരു അപര്യാപ്തത അല്ലെങ്കിൽ കെടുകാര്യസ്ഥത മൂലമാണ് സംഭവിക്കുന്നത് എന്ന വാദഗതിയാണ് കാലാകാലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഉയർത്തിയിട്ടുള്ളത്. ഇപ്പോഴിതാ രണ്ട് കാര്യങ്ങളിൽ കേരളം സുപ്രീം കോടതിയെ സമീപിക്കേണ്ട കാര്യം വന്നിരിക്കുന്നു. ഒന്ന്, കേരളത്തിന് അർഹമായ വിഹിതം ലഭിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട്. അത് കേരളത്തിന് ജനസംഖ്യ വർധന നിയന്ത്രിക്കാൻ, ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് കേരളത്തിന് സ്വാഭാവികമായി ലഭിക്കേണ്ട കേന്ദ്ര വിഹിതം ലഭിക്കുന്നില്ല എന്ന ഒരു പരാതി ഒരു പൊളിറ്റിക്കൽ ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു ലീഗൽ ബാറ്റിൽ കം പൊളിറ്റിക്കൽ ബാറ്റിൽ. അതാണ് ഒരു നറേറ്റീവ്. രണ്ടാമത്, ഇപ്പോഴിതാ വന്നിരിക്കുന്നു, കേരളം പറയുന്നു ഞങ്ങൾക്ക് കടമെടുപ്പ് പരിധി എന്നത് ആർട്ടിക്കിൾ 293 ഇന്ത്യൻ ഭരണഘടനയുടെ 293 അനുച്ഛേദം ഉറപ്പ് നൽകുന്ന സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനുള്ള അവകാശം, അതിന്മേൽ ആത്യന്തിക തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നിയമസഭയാണ്, സംസ്ഥാന ഗവൺമെൻറ്റാണ്. അതിന്മേൽ കേന്ദ്രം കത്തിവച്ചിരിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ ഹർജി വരികയും ഡിവിഷൻ ബെഞ്ച് അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്, 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് അത് റെഫർ ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ചെയ്തപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണം ആണ് ഇവിടെ വളരെ പ്രസക്തം. കാരണം ഏറെക്കാലമായി കെടുകാര്യസ്ഥത മൂലം കേരളത്തിൻ്റെ ഫിസ്ക്കൽ മാനേജ്മെൻ്റ് ആകെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. 293 പരിധിയിൽ ഒരു ക്ലോസ് പറയുന്നു. 293 ഒന്നാമത്തെ ക്ലോസ് പറയുന്നു സംസ്ഥാന സർക്കാരിന് കടമെടുപ്പ് പരിധി നിർണ്ണയിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നത് 293 ക്ലോസ് സിയുമായി ചേർത്ത് വായിക്കണം. മുൻ വർഷങ്ങളിൽ കടമെടുപ്പിൽ അപാകം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കടം തിരിച്ചടവിൽ അല്ലെങ്കിൽ ആ ലിമിറ്റ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചടവിനുള്ള ത്രാണിയില്ല എന്ന് കേന്ദ്രത്തിന് തോന്നുകയാണെങ്കിൽ ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം എന്ന ക്ലോസ് കൂടി ചേർത്ത് വേണം വായിക്കാൻ. അതുകൊണ്ട് ആർട്ടിക്കിൾ 293 സംബന്ധിക്കുന്ന ദുരൂഹതകൾ ദൂരീകരിക്കാൻ വേണ്ടി ഇപ്പോഴിതാ സുപ്രീം കോടതിയുടെ 2 അംഗ ഡിവിഷൻ ബെഞ്ച് 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് ഈ കാര്യം റെഫർ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി രോഹിണി എന്നോട് ചോദിച്ച ചോദ്യം, എന്താണ് ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം? ഇത് തീർച്ചയായും ഇതൊരു നിയമപ്രശ്നം മാത്രമല്ല. ഇതിപ്പോൾ നിയമ പോരാട്ടമായി കേരള സംസ്ഥാന സർക്കാർ ഇത് കൊണ്ടുവരുന്നത് ഒരു പരിധിവരെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഈ പ്രോഗ്രസ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രോഗ്രസ് ഷീറ്റ് കാണിച്ചുകൊണ്ടാണ് പോസിറ്റീവ്ലി ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. ഈ പ്രോഗ്രസ് കാർഡിൽ കാണിക്കാൻ കാര്യമായി ഒന്നുമില്ലാതെ വരുമ്പോൾ ചെയ്യാനൊക്കുന്നത് എന്താണ്? അത് കുറ്റം മറ്റാരുടെയെങ്കിലും മേൽ ചാരുക. എപ്പോഴും ഏറ്റവും എളുപ്പം ചെയ്യാവുന്നൊരു കാര്യമാണ് കേന്ദ്ര വിരുദ്ധത. കേന്ദ്രം ഞങ്ങളെ വല്ലാതെ സാമ്പത്തികമായി ഞെരുക്കുന്നു. നമ്മുടെ അവകാശമാണ് കടമെടുക്കുക. ആ കടമെടുത്തതെല്ലാം നമ്മൾ തിരിച്ചടയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ കിഫ്ബി ബോണ്ട് വഴി നമ്മൾ കടമെടുത്തു, ഏറെ കടമെടുത്തു. 8.5% ആഭ്യന്തര വിപണിയിൽ പലിശ ഉണ്ടായിരുന്ന സമയത്ത് 9.3% വിദേശത്തു നിന്നും, വിദേശ നാണ്യത്തിൽ നമ്മൾ കിഫ്ബി ബോണ്ടുകൾ സമാഹരിച്ചു. അതിന് വലിയ ഭീമമായ ഒരു ബാധ്യതയാണ് നമുക്ക് പലിശ ഇനത്തിൽ വന്നത് എന്നത് വിസ്മരിക്കാനാവില്ല. അതുപോലെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും മുൻകാലങ്ങളിൽ പരിധിയില്ലാതെ കടമെടുത്തതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ന്യായമായ നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു പരിധിവരെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് ശരിയല്ല എങ്കിൽ അത് കേന്ദ്രത്തിന് അത് നിർദ്ദേശം കൊടുക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശമില്ല എന്ന് സ്ഥാപിക്കാനുള്ള കേരളത്തിൻ്റെ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സംവിധായകരുടെ മുമ്പിൽ മുൻകൂർ ജാമ്യമെടുക്കാനുള്ള ഒരു നാടകമായി മാത്രമേ അതിനെ ഇപ്പോൾ കാണാനാവൂ.